അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ റമളാൻ ശരീഫ് ഇന്ന് ഒന്നാണ്. ബർക്കത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കുകയും റമളാൻ എത്തിച്ചു തരാൻ വേണ്ടി റബ്ബിനോട് ദ്വാരക്കുകയും ചെയ്തു. റബ്ബ് തആല ദുആക്ക് ഉത്തരം നൽകി. പല ആളുകൾ റമളാനിന്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോയവരുണ്ട്. റമളാനിന്റെ നിലാവ് കാണുന്ന സമയത്ത് പോലും മരണപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. നമുക്ക് ദ്വാരക്കാം. ഏതായാലും എത്ര റമളാൻ നമുക്ക് കിട്ടിയോ അത്രയും ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഹിജ്റയുടെ 2-ാം വർഷമാണ്. ഷഅബാൻ മാസത്തിലാണ് ഈ റമളാനിന്റെ നോമ്പിനെ അള്ളാഹു ഫർളാക്കിയിട്ടുള്ളത്. ചരിത്രം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 നോമ്പ് ലഭിച്ചിട്ടുണ്ട്. മദീനയിൽ 10 വർഷമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. അതിൽ 8 നോമ്പുകളും കിട്ടിയത് എന്ന് പറഞ്ഞാൽ 8 റമളാനുകൾ 29 കിട്ടിയത്. കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല. കംപ്ലീറ്റ് കിട്ടിയത് 30 മുഴുവനുമായി കിട്ടിയത് ഒരേ വർഷത്തിൽ മാത്രമാണ് കിട്ടിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കായ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ മുൻനിർത്തിക്കൊണ്ട് റമളാൻ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച ക്ലാസ് എടുത്ത ഒരു ഹദീസ് നിങ്ങളോട് പറയാൻ പോവുകയാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലമ്മാ ഹളറ റമളാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റമളാൻ ആഗതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖദ് ജാഅകും ഷഹ്റും മുബാറക്. ഓ സ്വഹാബ, നിങ്ങൾക്ക് ബർക്കത്താക്കപ്പെട്ട മാസമാണ് കടന്നു വന്നത്. ആ പ്രയോഗം തന്നെയാണ്. റമളാൻ മാസം എന്ന് പറയുന്നതിന് പകരം ബർക്കത്തുള്ളതായ ധാരാളം ബർക്കത്തുള്ള മാസമാണ് കടന്നു വന്നത്. എന്നിട്ട് പറയുന്നു, ഇഫ്തറള അലൈക്കും സിയാമഹു. ആ റമളാനിന്റെ നോമ്പ് നിങ്ങൾക്ക് അല്ലാഹു ഫർളാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന. ആ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം. ആ മാസത്തിൽ നരകത്തിന്റെ വാതിലുകളെ പൂട്ടപ്പെടും. വതുഗല്ലു ഫീഹി ശയാത്തീൻ. ജനങ്ങളെ വഞ്ചിക്കുന്ന വസ്വാസുണ്ടാക്കുന്ന ശൈത്താന്മാരെ അതിൽ ബന്ദികളാക്കപ്പെടും, ചങ്ങലക്കിടപ്പെടും. വളരെ സ്പഷ്ടമായി പറയുന്നു. എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗം, ഫീഹി ലൈലത്തുൻ. ആ റമളാനിൽ ഒരു രാത്രിയുണ്ട്. എങ്ങനെയുള്ള രാത്രിയാണ്? ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ആ രാത്രി 2 റക്അത്ത് നിസ്കരിച്ചാൽ 1000 മാസം 2 റക്അത്ത് നിസ്കരിച്ച പുണ്യമാണ്. അങ്ങനെ ഏതു അമലാകട്ടെ, ഹസനാത്തുകളാകട്ടെ, ആ രാത്രി ചെയ്താൽ 1000 മാസത്തിനേക്ക് പുണ്യമുണ്ട്. ഏകദേശം 82 വർഷത്തോളമാണ്. മൻ ഹരിമ ഖൈറുഹാ ഫഖദ് ഹരിമ. ആ രാത്രിയുടെ നന്മകൾ, ഖൈറുകൾ ആർക്കാണോ വിലങ്ങപ്പെട്ടത്, ആ രാത്രി ആരെങ്കിലും ഈ ഖൈറ് ലഭിച്ചില്ല എങ്കിൽ ഫഖദ് ഹരിമ, അവൻ നിർഭാഗ്യവനാണ്. അവൻ ആ ഖൈറിനെ വിലങ്ങപ്പെട്ടവരാണ്. അത് വളരെയേറെ ശ്രദ്ധിക്കണം. കളി കാണുന്നവരുണ്ട്, IPL കാണുന്നവരുണ്ട് അന്നത്തെ രാത്രി. അതുപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ട്. അതൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതിൻ്റെ സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ശൈത്താന്മാരെ ചങ്ങലക്കിടപ്പെടും എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ ഖാദിയാദ് റഹിമഹുല്ലാഹ് പോലത്തെ പണ്ഡിതന്മാർ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ മാന അങ്ങനെ തന്നെയാണ്. അതെല്ലാം മജാസിയായ മാനയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള
ത്വാഅത്തും ഇബാദത്തിലേക്കും അവനിക്ക് ഭാഗ്യം ലഭിക്കും. ശൈത്താന്മാരെ കെട്ടിടപ്പെടുമെന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ ശൈത്താന്മാരുടെ നിയന്ത്രണങ്ങളും വസ്വാസുകളും വഞ്ചിക്കാനുള്ള പരിപൂർണ അധികാരം അവനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാണ്. റമദാനിൽ ആളുകൾ കൂടുതൽ എത്രേ വലിയ തമ്മാടികളാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും റമദാനിലേക്ക് പള്ളിയിലേക്ക് വരും, നോമ്പ് തുറക്കാൻ വരും, നോമ്പ് കുടിക്കും. അപ്പൊ പബ്ലിക്കായി തന്നെ ഏതെങ്കിലും ഒരാൾ കുടിക്കലോ തിന്നലോ അത് ചെയ്യുന്നില്ല. അത് എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും റമദാനിൻ്റെ ഒരു പ്രത്യേകതയാണ്. റമദാനിൻ ശൈത്താന്മാരുടെ വസ്വാസും വഞ്ചനയും അവൻ്റെ ഒഴിപ്പിഴപ്പൊക്കലും കുറഞ്ഞു പോകും എന്ന വായനയാണ്. അല്ലാഹു തആല ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇനി ഒരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഹദീസ് നമുക്ക് കാണാം. അസ്സലവാത്തുൽ ഖംസ്, 5 നേരം നിസ്കാരങ്ങൾ, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ ടു മറ്റേ ജുമുഅ, ഒരു ജുമുഅ മറ്റേ ജുമുഅ വരെ, വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മറ്റേ റമളാൻ വരെ, മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന, ഇവകളുടെ ഇടയിൽ വരുന്ന ദോഷങ്ങൾക്കത് പരിഹാരമാണ്. മനസ്സിലായല്ലോ? ഒരു ജുമുഅ ടു മറ്റൊരു ജുമുഅ, ഒരു റമളാൻ ടു മറ്റൊരു റമളാൻ, 5 വക്ത് നിസ്കാരങ്ങളുടെ ഇടയിൽ വരുന്ന തെറ്റുകൾക്ക് ഈ അമലുകൾ പരിഹാരമാണ്. അതുകൊണ്ട് റമളാൻ അതിൻ്റെ അദബുകളോടുകൂടെ, അതിൻ്റെ ഫർളുകളോടുകൂടെ, അതിൻ്റെ ഷർത്തുകളോടുകൂടെ നിയമപ്രകാരം ഒരാൾ അമല് ചെയ്താൽ, ഇബാദത്ത് ചെയ്താൽ, നോമ്പനുഷ്ഠിച്ചാൽ അടുത്ത റമളാൻ വരെ വരുന്ന ദോഷങ്ങൾക്ക് അത് പരിഹാരമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ചെറിയ വിഷയമൊന്നുമല്ല. പക്ഷെ ഒരു കണ്ടീഷൻ, ഇദജ്തുനിബത്തിൽ കബായിർ, വൻദോഷങ്ങൾ ഉപേക്ഷിച്ചാൽ, വലിയ വലിയ ദോഷങ്ങൾ, ഗീബത്ത് പറയൽ, കള്ളു കുടിക്കൽ, അതുപോലെ തന്നെ കൊല്ലുക, വ്യഭിചാരം, അതൊക്കെ വലിയ വലിയ ദോഷങ്ങളാണ്. വൻദോഷങ്ങൾക്ക് തൗബ തന്നെ വേണം. അത് ഈ അമലുകളെ കൊണ്ടെന്താക്കൂല, വിട്ടുപിരിക്കപ്പെടൂല. ഉളു കൊടുത്താൽ ദോഷങ്ങൾ പോകും, കൈൻ്റെ ദോഷങ്ങൾ പോകും, മുഖത്തിൻ്റെ ദോഷങ്ങൾ പോകും. അതുപോലെ തന്നെ മറ്റുള്ള അമലുകൾ ചെയ്താൽ ദോഷങ്ങൾ വിട്ടുപൊറുക്കപ്പെടുമെന്ന് പറഞ്ഞതൊക്കെ ചെറുദോഷങ്ങളാണ്. വലിയ വലിയ വൻദോഷങ്ങളായാൽ അതിൻ്റെ ശർത്തപ്രകാരമുള്ള തൗബ തന്നെ വേണം എന്ന് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ റമളാൻ എന്നുള്ളത് സ്വതക്കയുടെ മാസമാണ്. പല ആളുകളും പരിഹസിക്കുന്ന ഒരു മോഡലായി സംസാരിക്കാറുണ്ട്. റമളാൻ വരുമ്പോൾ വരുന്നുണ്ട് ചില ആൾക്കാർ, സ്വതക്കക്ക് വരുന്നുണ്ട്, അതിന് വരുന്നുണ്ട്, ഇതിന് വരുന്നുണ്ട്. അതിനൊക്കെ ചെറുതായി കാണരുത്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഭാഗം എല്ലാ സമയത്തും കൊടുക്കണം, റമളാനിൽ പ്രത്യേകം കൊടുക്കണം എന്നുള്ളതാണ്. ഒരു ഹദീസ് കാണാം, അഫ്ളലു സ്വദഖത്തി സ്വദഖത്തു റമളാൻ, സ്വദഖയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ അത് റമളാൻ മാസത്തിൽ നൽകുന്ന സ്വദഖയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വദഖയുടെ ഒരു ഭാഗമാണ് നോമ്പ് തുറപ്പിക്കൽ. നോമ്പ് തുറപ്പിക്കൽ എങ്ങനെയാണ്? മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവർ ചരിത്രം പറയുന്നുണ്ട്. അവർ പാവപ്പെട്ടതായ മിസ്കിന്മാരായ ജനങ്ങളോടൊപ്പം നോമ്പ് തുറക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ, ചരിത്രങ്ങളിൽ കാണാം. കാരണം റമളാൻ എന്നുള്ളത് തന്നെ പാവപ്പെട്ടവരെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പട്ടിണികളും യാതനകളും അവർ ജീവിച്ച ശൈലികളും അത് എല്ലാവർക്കും മനസ്സിലാകണം. എന്താണ് പട്ടിണികൾ, എന്താണ് ദാരിദ്ര്യം എന്ന് അതിൻ്റെ ഒരു പ്രയാസങ്ങൾ അനുഭവിച്ചറിയണം എന്ന നിലക്കാണ് ഈ റമളാൻ ഒരു കണ്ടീഷൻ വെച്ചത്, നോമ്പ്. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകൾ മിസ്കീന്മാരോട് കൂടെ ഇരുന്ന് ഭക്ഷിക്കാറുണ്ടായിരുന്നു. ചില ആളുകൾക്ക് അങ്ങനെയാണ്, നമ്മളെ കാണ്ടിയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരെ ഒന്നിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോമ്പ് തുറക്കാം, ഒരു മനോഭാവം, അത് ഒരിക്കലും ശരിയല്ല. ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾക്ക് കാണിച്ചു തന്നത് അങ്ങനെയാണ്.
പാവങ്ങളോട് ചേരുക, പാവങ്ങളെ സ്നേഹിക്കുക, അവരോടൊപ്പം നോമ്പ് തുറക്കുക. അതാണ് വേണ്ടത്. വലിയ വലിയ ആളുകൾ, വലിയ സ്റ്റാൻഡേർഡ് ആളുകൾ, അവരൊക്കെ VIP കൂടെ മാത്രമേ ഇരിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട, അല്ലെങ്കിൽ ഇസ്തുരി തേക്കാത്ത, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഇടയിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മനുഷ്യന്മാരുടെ അടുത്ത് അവർ പോയി ഇരിക്കൂല. അത് ഒരിക്കലും ശരിയല്ല. മഹാന്മാർ കാണിച്ചത് പാവങ്ങളെ സ്നേഹിക്കുക, അവരോട് കൂടെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം. അലിമികളായാലും ആരായാലും പാവങ്ങളെ ചേർക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മൻ ഫത്വറ സ്വാഇമ, ഒരു നോമ്പ് പിടിച്ച ആളെ നോമ്പ് തുറപ്പിച്ചാൽ ഫലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പ് പിടിച്ചവന്റെ കൂലി പോലോത്ത കൂലി നോമ്പ് തുറപ്പിച്ചവനിക്കും കിട്ടും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രി സ്വാഇമി ഷൈഉൻ, മിൻ ഗൈരി അൻ യുൻഖസ മിൻ അജ്രി സ്വാഇമി ഷൈഉൻ. നോമ്പ് പിടിച്ചവന്റെ കൂലിനെ ലവലേശം പോലും കുറക്കാതെ നോമ്പ് പിടിച്ചവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, മഗ്‌രിബ് വരെ, ആ സൂര്യസ്തമാനം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചവൻ നോമ്പ് പിടിച്ചില്ലേ, അതേപോലത്തെ കൂലി നോമ്പ് തുറപ്പിച്ചവനിക്കും ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അത് വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ പള്ളികളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂടി നോമ്പ് തുറപ്പിക്കുന്നു. ഒരു 200 ആളോ 250 ആളോ, വലിയ വലിയ മഹല്ലാകുമ്പോൾ 1000 ആളുകൾ 500 ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഒരൊറ്റ മുതലാളിയുടെ ചെലവിലാണ് അവർക്ക് നോമ്പ് തുറപ്പിക്കുന്നത് എങ്കിൽ 1000 ആളുകൾക്ക് നോമ്പ് തുറപ്പിച്ചാൽ 1000 ആളുകൾക്ക് നോമ്പ് തുറപ്പിച്ചതിൻ്റെ, ആ നോമ്പ് പിടിച്ചതിൻ്റെ കൂലി ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നോമ്പ് തുറപ്പിച്ചവനിക്കുണ്ട്. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ വകയായിട്ടൊന്നും വ്യാഖ്യാനതല്ല, ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പഷ്ടമായി പറഞ്ഞ വിഷയമാണ്. അപ്പൊ 100 ആൾക്ക് നോമ്പ് തുറപ്പിച്ചാൽ 100 ആളുകൾ നോമ്പ് പിടിച്ചതിൻ്റെ കൂലി ഈ നോമ്പ് തുറപ്പിച്ചവന് ഒരു ദിവസം കൊണ്ട് അവനിക്ക് കിട്ടുന്നു. അപ്പൊ അതിനെ ചെറുതായി ആരും കാണരുത്. അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഖൈറായ ആളുകൾ ഉസ്താദുമാരെയോ അതുപോലെ തന്നെ പള്ളിൻ്റെ ഉസ്താദുമാരല്ലാത്തവരെ ആകട്ടെ വീട്ടിൽ കൊണ്ടുവന്ന് നോമ്പ് തുറപ്പിച്ചാൽ അതിനേക്കാളും കൂടുതൽ പ്രത്യേകതയുണ്ട്. അവിടെ നല്ല ആളുകൾ വന്ന് നോമ്പ് തുറന്ന് ദ്വാരന്ന് ആ വീട്ടിൽ നിസ്കരിച്ചാൽ കൂടുതൽ ബർക്കത്ത് കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. റബ്ബ് തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്കെല്ലാം കാണാം. അല്ലാഹു തആല റമദാൻ മാസത്തിൽ നല്ലതുപോലെ നോമ്പനുഷ്ഠിക്കുവാനും ഇബാദത്ത് എടുക്കുവാനും മൊബൈലിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നല്ലത് മാത്രം കാണുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനും ഇബാദത്തുമായി ശുഗ്ലാകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.